Hello, my dear students. I am your online miss. I am with you. അപ്പോൾ ഇനി ഒട്ടും കാത്തിരിക്കേണ്ട, നമുക്ക് 10th ഫിസിക്സുമായിട്ട് മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ, ഐ എം ജസ്നി. സോ ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ദ തേർഡ് പാർട്ട് ഓഫ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. Okay, in the last class we already discussed about heating effect of electric current and Joule's law and derivation and interpretation of Joule's law. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് മുന്നിലുള്ള ക്ലാസ്സുകൾ കാണുക, എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ് കാണുക, കൂടുതൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മടി കാണിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ ജൂൾസ് ലോ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് എന്താണെന്നൊക്കെ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ദർ ഇസ് എ ബോക്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു ബോക്സാണ്, ഒരു എക്സ്പെരിമെൻ്റാണ്. ഐ തിങ്ക് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഐ വിൽ റീഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. Let us do an experiment to observe the relation between the heat developed according to Joule's law and the current I, resistance R, and the time for which the current flows. What explains here? We want to develop a relationship between the I, R, T, and H, right? Okay, here there is two beakers contain 200 ml capacity, and each beaker contains 100 milliliter of water. Let PQ is a nichrome wire, and next PQ is RS is a copper wire of same length and diameter and of the nichrome wire. Okay, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബീക്കർ വെച്ചിട്ടുണ്ട്, എ ആൻഡ് ബി. ദെൻ രണ്ട് ബീക്കറിലും 100 milliliter വാട്ടർ ഉണ്ട്. അതിനകത്ത് രണ്ട് വയേഴ്സ് ഉണ്ട്, സെയിം ലെങ്ത്തും സെയിം ഡയമീറ്ററും സെയിം തിക്നെസ്സൊക്കെയുള്ള രണ്ട് വയേഴ്സ് ഉണ്ട്. ബട്ട് വയേഴ്സ് ആർ ഡിഫറെൻറ്റ്, right? PQ is a nichrome wire and RS is a copper wire. അപ്പോൾ ഇത്രയും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഒബ്സർവ് ദ അമ്മീറ്റർ റീഡിങ്. അമ്മീറ്റർ റീഡിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ 2 beakers ആഫ്റ്റർ 3 or 4 minutes. 3 or 4 minutes കറണ്ട് അതിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുക. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ദെൻ? Okay, repeat the experiment by changing the current and the time. Are you ready? Okay, അപ്പോൾ experimental setup എന്തൊക്കെയാണ്? There is 2 beakers A and B, and it contains 100 milliliter of water, and it's connected to a 6-volt battery through a rheostat and an ammeter. What is the use of rheostat? Yes, rheostat is used to vary the resistance. Okay, റെസിസ്റ്റൻസ് വാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് റിയോസ്റ്റാറ്റ്. ആൻഡ് അമ്മീറ്റർ, യെസ്, യൂസ്ഡ് ടു മെഷർ ദി കറണ്ട്. Then what happens when the current flows through 2 beakers? Both will become subjected to heating. രണ്ടും ഹീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബട്ട് ഏതാണ് കൂടുതൽ ഹീറ്റ് ആവുക? യെസ്, ഫസ്റ്റ് ബീക്കർ അല്ലേ? നിക്രോം വയർ കണക്ട് ചെയ്തിരിക്കുന്ന ബീക്കറാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുക. വൈ? നിക്രോം വയർ ഹാവ് എ മോർ കപ്പാസിറ്റി, മോർ ഹീറ്റിംഗ് എഫക്റ്റ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദി വാട്ടർ ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി വിച്ച് ഗോട്ട് ഹീറ്റഡ് മോർ? വൈ? ഏതാണ്? ദ ബീക്കർ എ ഗോട്ട് മോർ ഹീറ്റഡ്. ആൻഡ് വൈ? ബിക്കോസ് ദ നിക്രോം ഹാവ് ഹയർ ഹീറ്റിംഗ് കപ്പാസിറ്റി. Second question deals, what changes is observed in the temperature of water in both the beakers when the current is increased using the rheostat? Rheostat വെച്ചിട്ട് നമ്മൾ വാരി ചെയ്യുമ്പോൾ what will happen? Okay, if the resistance increase, the heat produced is decreased. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ സപ്ലൈ എന്താ സംഭവിക്കുന്നത്? പവർ സപ്ലൈക്കുള്ള റെസിസ്റ്റൻസ് ആണ് ഇൻക്രീസ് ആവുന്നത്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകുമ്പോൾ പവർ സപ്ലൈയുടെ അതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറയുമ്പോൾ നമ്മുടെ ഹീറ്റിങ്ങും കുറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഇഫ് വി ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ദെൻ
the amount of heat produced is become low. Okay, കുറച്ച് കുറയും. What was the change that happened to the temperature of water in both the beakers on increasing the time? Time increase ആകുമ്പോൾ എന്ത് സംഭവിക്കും? The heat become increase അല്ലേ? ടൈം അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. സോ കൂടുതൽ ടൈം നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഹീറ്റും കൂടുതൽ. സോ വി ഗോട്ട് ദ ഒബ്സർവേഷൻസ് water in beaker A got more heated because in the beaker nichrome wire is used as heating element. Nichrome has a higher heating capacity. In the second observation, when the current increases, the heat also increases. Current increases, the heat increases. When the resistance increases, the current, what happened? The current decrease. Okay. So, the next one, the temperature of the water in both the beakers increases in increasing time. When the time increases, the heat also increases. Any doubt? Clear അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഐ വിൽ റിപ്ലൈ, ഇൻഷാല്ലാ ഐ വിൽ റിപ്ലൈ. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ നോക്കാം അല്ലേ? നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. First problem, how much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ സാധാരണ കാണുന്ന ഒരു രീതിയാണ്, ഫിസിക്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ അയ്യോ അതെനിക്ക് പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മാറും. അങ്ങനെയല്ല, ഇത് വെരി ഈസിയാണ്. ദിസ് പ്രോബ്ലം ഈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരുപാടൊന്നും വളയ്ക്കില്ല നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യല്ലേ. സോ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 or 3 ടൈംസ് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയറായിട്ട് മനസ്സിരുത്തി വായിക്കുക. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വായിച്ചു നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ്? ഹീറ്റ് ഡെവലപ്ഡ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഹീറ്റ് ഡെവലപ്പ് എത്രയാണ്? അപ്പോൾ എച്ച് ആണ് കാണേണ്ടത്. If 0.2 ampere current is given, how much? 0.2 ampere current നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? I. അപ്പോൾ ക്ലിയർ ആണല്ലോ, I എന്ന് പറയുന്നത് 0.2 ampere ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm. അപ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക? ക്യാപിറ്റൽ R. ക്യാപിറ്റൽ R ഈക്വൽ ടു 200 ohm. അപ്പോൾ R കിട്ടി, I കിട്ടി. ദെൻ ഫോർ 5 minutes അല്ലേ? അപ്പോൾ ടിയും കിട്ടിയല്ലോ. സോ R ഈസ് 200 ohm, I ഈസ് ഇക്വൽ ടു 0.2 ampere and T ഈസ് ഇക്വൽ ടു 5 minutes ആണ്. We want to convert it into the standardized unit, right? So ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് 60 seconds. 1 minute is 60 seconds. So in order to convert it, we want to multiply the 5 minutes with the 60 second. So by 5 into 60 equal to 300 seconds. Clear? So we get the raw materials RIT. What is the equation to find the heat developed? Heat developed is equal to H is equal to I square RT. Okay? Then substitute the values 0.2 ampere square into 200 into 300 second. We will get 2400 joule. Okay? We get, what's the answer? Heat developed is 2400 joule. And if 4.2 joule is 1 calorie, അപ്പോൾ നമ്മുടെ CGS യൂണിറ്റിലൊക്കെ കാലറിയിലാണ് യൂസ് ചെയ്യാറ് പറയുന്നത്. ഇപ്പം നമ്മുടെ ചില ഫുഡിലൊക്കെ നമ്മുടെ പാക്കറ്റ്സിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയും ഇത്ര കാലറീസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കാലറീസ് സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ ദ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ് എന്താ? ജൂളാണ്. ഓക്കെ, ഈവൻ ദോ സംടൈംസ് ദർ ഇസ് എ ചാൻസ് ടു ചേഞ്ച് ഇൻ കാലറി. സോ യു ജസ്റ്റ് understand 4.2 joule is 1 calorie. Then how much calories? In order to find how much calories here we want to do 2400 divided by 4.2, right? Okay, then 571.4 calories. Any doubt? Okay, then go one more time through this problem. Okay.
Then next question, find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. Okay, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ്. വാട്ട് വി വാണ്ട് ടു ഫൈൻഡ് ഹീറ്റ് ഇറ്റ് സെൽഫ്, റൈറ്റ്, ഇൻ ടൈം 3 minutes. Then by a resistance of 920 ohm, 920 ohm. So R is also given. Then working under 230 volt. Then voltage is given, right? What is missing here? Yes, current is missing here. I. Okay, even though we want to write what we get. R is equal to 920 ohm. Then V is equal to 230 volt. And time T is equal to 3 minutes. So we want to convert it. Then 3 into 60, 180 second. Right? So what it's our equation, H is equal to I square RT. But here we don't have I. So we want to change the equation itself. നമ്മൾ ഇവിടെ ഐ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ നിന്ന് കണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ അല്ല വരുന്നത്. സോ നമ്മൾ ഇക്വേഷനെ ചേഞ്ച് തന്നെ വേണം. അതെന്തുകൊണ്ടാണ് കറക്റ്റ് ആൻസർ വരാത്തത് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ടീച്ചറോട് ചോദിക്കുക. അതല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാവുന്നതാണ്. ചില സ്ക്വയേഴ്സിലുള്ള കട്ട് ചെയ്യുന്നതിനുള്ള ചെറിയ ഡിഫറൻസാണ്. നമ്മളത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷനാവും. ഓക്കെ, സോ ഇഫ് യു വാണ്ട് you just put it in comment box, that I will explain. Then H is equal to I square RT. So we want to transform this equation. From the Ohm's law we already know what I is equal to V by R. Okay, any doubt? No. Okay, then what become I square? V square by R square. Substitute that into equation. H is equal to V by R whole square RT. Then equation becomes V square by R square into RT. Okay, then R squaresൻ്റെ സ്ക്വയറും ആറും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. then when cut, then what will be there? V square by R into V square by R into T. Okay, then substitute the values in here. V, what is V? 230 volt. 230 into 230. Okay, 230 square into time, what is time? 180 divided by 920 ohm. Okay, any doubt? No. Okay, so when we calculate, we get 10,352 joule. Okay, ക്വസ്റ്റ്യനകത്ത് കാലറിയിലേക്ക് മാറ്റാൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ട, ആൻസർ ഷുഡ് ബി ഇൻ ജൂൾ. ഓക്കെ, 10,352 joule. You should mind that first of all ഈ ഒരു ടൈപ്പ് ഇക്വേഷൻസിന് ആർ വി ടി നമുക്ക് തന്നതിന് ഈ ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, എച്ച് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഈ ഡെറിവേഷൻ കാണിക്കണമെന്ന് നിർബന്ധമില്ല. യു ജസ്റ്റ് റൈറ്റ് എച്ച് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദി വാല്യൂസ്. ഓക്കെ, then one of the questions there is in your textbook, that's two heater is given here, heater A and heater B, and both working in the same working voltage, that is 230 volt, and the same time 5 minutes, but they have different resistance. Okay, first heater A have 1150 ohm and heater B 460 ohm. Okay, then in order to find the heat developed in the both cases, V square by R into T, we can substitute that directly into the equation. Then we get, in the first case we get 13,800 joule, and in the second case 34,500 joule. Is there any difference? Yes. But in the heater B ആണ് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്തല്ലേ. ഹീറ്റർ ബിക്ക് എന്താ പ്രത്യേകത? യെസ്, ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് കുറവാണ് അല്ലേ. റെസിസ്റ്റൻസ് കുറവായപ്പോഴാണ് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്തത്. സോ വി ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ?
എന്തുകൊണ്ടാണ് ലോ റെസിസ്റ്റൻസ് ആയത്, മോർ ഹീറ്റ് ആയത്? ബിക്കോസ് ഈ ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ഇതിലേക്ക് ഇടുന്ന എനർജി അല്ലെങ്കിൽ വോൾട്ടേജ് എന്താവുന്നത്, അതായത് പവർ സപ്ലൈയുടെ റെസിസ്റ്റൻസാണ് കുറയുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള ഒരു ഓപ്പോസിഷൻ അല്ലേ. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കൂടുതൽ പവർ സപ്ലൈ പോവില്ലേ. അപ്പം ആ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ആകും. അതല്ലാതെ തന്നെ റെസിസ്റ്റൻസ്, ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ്? റെസിസ്റ്റൻസും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഡെവലപ്ഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്, റൈറ്റ്? ദാറ്റ് ഈസ് ക്ലിയർ ഫ്രം അവർ ഇക്വേഷൻ, റൈറ്റ്? Here H is equal to V square by R into T. Heat and resistance are inversely proportional. Okay, what is the meaning of inversely proportional? When one increases, the other will decrease. Okay, so heat is inversely proportional to the resistance. Don't forget. Okay, so next question, find out the current in the heaters and compare the heat developed. When we find the current using the 230 volt, and when we divide 230 volt divided by 100 and 150, we get 0.2 ampere. Okay, when we doing 230 divided by 460 ohm, we get 0.5 ampere. Okay, from this equation, from this result, what we understand, when the resistance decreases, the current also increases, right? Resistance decrease 460, weaker B റെസിസ്റ്റൻസ് ആണ് 460 ഓം. ആ കേസിലാണ് വി ഗെറ്റ് മോർ കറണ്ട്, 0.5 ആംപിയർ കറണ്ടാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? സോ കറണ്ട് ഈസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ജസ്റ്റ് നത്തിങ്. ജൂൾസ് ലോയുടെ പറഞ്ഞോളൂ ഒന്ന് ജസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, സോ ഇത് വൺസ് മോർ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? എന്തുകൊണ്ടാണ് കൂടുതൽ ലോ റെസിസ്റ്റൻസ് ഉള്ളത്? ബിക്കോസ് ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ഈസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ്. ഈ കാര്യങ്ങൾ എന്തായാലും ഓർക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊക്കെ പഠിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, യു ജസ്റ്റ് പോസ്റ്റ് ഇൻ യുവർ കമൻറ്റ് ബോക്സ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഏറ്റവും പുതിയ ക്ലാസ്സുകൾ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറ്റൊരു നോട്ടിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.